ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആറൈസ് വേൾഡ്. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് സോസ് പാസ്തയാണ്. ഇതിൽ നിറയെ വെജിറ്റബിൾസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുമാതിരി ഇത് ഈസി ആൻഡ് യമ്മിയാണ്. ഓക്കെ, ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിൽ 1 സ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ അത് ഭയങ്കര സ്ലിപ്പറി ആയി പോകും. അത് കാരണം ഞാനിവിടെ ഓയിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പിയുടെ ട്രൈ കളർ പാസ്തയാണ് ഞാനിവിടെ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. സോ അത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു 8 മുതൽ 10 മിനിറ്റോളം നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ പാസ്ത ഇവിടെ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നെക്സ്റ്റ് നമുക്ക് വൈറ്റ് സോസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായിൽ 2 സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ബട്ടർ കൂടെ ആഡ് ചെയ്യാം, പക്ഷേ ഞാൻ ലാസ്റ്റാണ് ബട്ടർ ആഡ് ചെയ്യുന്നത്. ബട്ടറിൻ്റെ നല്ലൊരു അരോമ കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂം, അതിനുശേഷം സ്വീറ്റ് കോൺ, പിന്നെ കുറച്ച് ക്യാപ്സിക്കമാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ക്യാരറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ബ്രൊക്കോളി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതിയാവും. കൂടുതൽ വെന്താൽ ചിലപ്പോൾ അതിന് ക്രിസ്പിനെസ് പോകാൻ സാധ്യതയുണ്ട്. ഈ വെജിറ്റബിൾസിൽ പിടിക്കാൻ കുറച്ച് ഉപ്പ് കൂടെ ഇപ്പോഴേ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് തിക്നെസ്സിന് വേണ്ടി നമുക്ക് കുറച്ച് മൈദാമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് 1 സ്പൂൺ ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. സോ അതൊന്ന് നിങ്ങൾ സൂക്ഷിക്കണം. തിക്നെസ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചുടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം ഡ്രൈ ഒറിഗാനോ, റോസ്മേരി ഇല്ലെങ്കിൽ ബേസിൽ, അതെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒറിഗാനോ പിന്നെ റോസ്മേരി മാത്രമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് 1 സ്പൂൺ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്ഡ് ക്രീം ഏതാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1 സ്പൂൺ ബട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റോളം നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്ത ആഡ് ചെയ്ത ശേഷം 2 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഈസി ആൻഡ് യമ്മി വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയും കൂടിയാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.